ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു എവറിഡേ വിത്ത് ആസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ അതുപോലെ തന്നെ ഓനിയനാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ടൊമാറ്റോ ഓനിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആ ടൊമാറ്റോ നമ്മൾക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലോട്ട് സ്പൈസസ് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യുകയാണ്. ഇനി ആ സവോള ഒന്ന് നന്നായിട്ട് വരേണ്ട ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആഡ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ഏത് കപ്പിലാണോ അരി മെഷർ ചെയ്ത് ആ സെയിം കപ്പിൽ തന്നെയായിരിക്കും നമ്മൾ വെള്ളം മെഷർ ചെയ്ത് ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കറി ലീഫ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ അരി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റെല്ല റൈസാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. സോ ഇവിടെ നമ്മുടെ റൈസ് നല്ല രീതിയിൽ തന്നെ വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിലിൻ്റെ ആവശ്യമേ 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും അരി വല്ലാണ്ട് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് സൈഡൊന്നും ഇതിനാവശ്യമായിട്ടില്ല. എന്നാൽ പോലും ഞാനിവിടെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.